ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. മലയാളത്തിൻ്റെ പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പോയമാണ് ഇന്നത്തെ വീഡിയോ. കമലാദാസ് എന്ന പേരിലാണ് മാധവിക്കുട്ടി ഇംഗ്ലീഷിൽ രചനകൾ നടത്തിയിട്ടുള്ളത്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന ഈ കവിത കമലാദാസ് ബാല്യകാലത്തിൽ ഗ്രാൻമയോടൊപ്പം ചിലവഴിച്ച നല്ല നാളുകളെക്കുറിച്ചും ഗ്രാൻമ കവയത്രിക്ക് നൽകിയ സ്നേഹത്തെക്കുറിച്ചുമാണ് പറയുന്നത്. നമുക്ക് കവിതയിലേക്ക് കിടക്കാം. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് റിട്ടൺ ബൈ കമലാദാസ്. കവിത തുടങ്ങുന്നതിന് മുമ്പായി 2 ചോദ്യങ്ങൾ ഇൻട്രൊഡക്ഷനായി ലെസണിൽ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ തിങ്സ് യുവർ ഗ്രാൻഡ്മ ഡിഡ് ഫോർ യു വെൻ യു വെർ എ ചൈൽഡ്? നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രാൻഡ്മ നിങ്ങൾക്കായി ചെയ്തു തന്നിട്ടുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മെമ്മറീസ് ഡു യു ഹാവ് ഓഫ് ദ ടൈം യു സ്പെൻഡ് വിത്ത് ഹെർ? എന്തൊക്കെ ഓർമ്മകളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഗ്രാൻമയോടൊപ്പം ചിലവഴിച്ച നല്ല ഓർമ്മകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. ഇന്നും എന്നും മനസ്സിൽ മായാതെ കിടക്കുന്ന നല്ല നല്ല ഓർമ്മകൾ. കവിതയിലെ വരികൾ ഇങ്ങനെയാണ്. ആദ്യത്തെ സ്റ്റാൻസ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. There is a house now far away where once I received love. That woman died. വളരെ ദൂരത്തായി ഒരു വീടുണ്ട്. അവിടെ വെച്ചാണ് ഒരു നാൾ ഞാൻ ഒരുപാട് സ്നേഹം അനുഭവിച്ചത്. കവയിത്രി പറയുന്നത്, കവയിത്രി ഇന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്നും വളരെ ദൂരെയായി ഒരു വീടുണ്ട്. അവിടെ വെച്ചാണ് ഒരു നാൾ ഞാൻ ഒരുപാട് സ്നേഹം അനുഭവിച്ചറിഞ്ഞത്. ദാറ്റ് വുമൺ ഡൈഡ്. എനിക്ക് സ്നേഹം പകുത്തു നൽകിയ ആ സ്ത്രീ മരിച്ചുപോയി. ദാറ്റ് വുമൺ ഡൈഡ്. ആ സ്ത്രീ മരിച്ചുപോയി. The house withdrew into silence. The house withdrew into silence. Snakes moved among books. I was then too young to read. ഇപ്പോൾ ആ വീട് നിശബ്ദമാണ്. അവിടെ ആരും ഇല്ല. ഒച്ചയനക്കങ്ങൾ ഒന്നും തന്നെയില്ല. ആ വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. പണ്ട് ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പുസ്തകങ്ങൾക്കിടയിലൂടെ പാമ്പുകൾ ഇഴയുന്നുണ്ടാവും. കവയിത്രിക്ക് ഒരുപാട് ഇഷ്ടമാണ് പുസ്തകങ്ങളൊക്കെ. പക്ഷേ പണ്ട് ഞാൻ അവിടെ താമസിച്ചിരുന്നപ്പോൾ ഞാൻ വളരെ ചെറുതായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് വായിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ വളരെ ചെറുതായതിനാൽ ആ പുസ്തകങ്ങളൊന്നും എനിക്ക് വായിക്കാൻ പറ്റുമായിരുന്നില്ല. എന്താണ് കാരണം? I was then too young to read. ഒരു പക്ഷേ അവർക്ക് വേണ്ടി വായിച്ചു കൊടുത്തത് അവരുടെ ഗ്രാൻമയായിരിക്കാം. I was then too young to read, and my blood turned cold like the moon. How often I think of going. My blood turned cold like the moon. How often I think of going. അവിടത്തേക്ക് പോവാൻ ആലോചിക്കുമ്പോഴൊക്കെ പലപ്പോഴും കവയിത്രി ആ വീട്ടിലേക്ക് പോവാൻ ആലോചിക്കാറുണ്ട്. അവിടുത്തെ കാര്യങ്ങളും അവിടത്തേക്ക് പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴും കവയിത്രിയുടെ രക്തം തണുത്തുറയും. ഏതുപോലെ? ചന്ദ്രനെ പോലെ. ആ വീട്ടിലേക്ക് പോകാൻ മിക്കപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അത് ആലോചിക്കുമ്പോൾ എന്റെ ബ്ലഡ് ചന്ദ്രനെ പോലെ തണുത്തുറയുമെന്നാണ് കവയിത്രി പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്റ്റാൻസയിൽ അവർ പറയുന്നത്, അവിടെ ചെന്നിട്ട് അവർ ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും? ആ വീട്ടിൽ ചെന്നാൽ അവിടത്തേക്ക് തിരിച്ചു പോയാൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുക? There to peer through blind eyes of window or just listen to the frozen air. To peer through blind eyes of window, just listen to frozen air എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊട്ടിയടക്കപ്പെട്ട ജനലിനെയാണ്. ആ അടച്ചിട്ട ജനവാതിൽക്കിടയിലൂടെ അകത്തേക്കൊന്ന് നോക്കണം. കവയത്രിയുടെ ആഗ്രഹമാണ് അവിടെ ചെന്നിട്ട് ആ അടച്ചിട്ട ജനവാതിലിലൂടെ, വീടും അതിന്റെ വാതിലൊക്കെ അടച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലെ, ആ അടച്ചിട്ട ജനവാതിൽക്കിടയിലൂടെ എനിക്കൊന്ന് നോക്കണം. ഇവിടെ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊട്ടിയടയ്ക്കപ്പെട്ട ജനലാണ്. ഇവിടെ മെറ്റഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പോയറ്റിക് ഡിവൈസ് മെറ്റഫറാണ്. നമുക്കറിയാം, ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. ഇതിന്റെ ഇടയിലൂടെ, അതായത് ആ അടക്കപ്പെട്ട ആ ജനലിന്റെ വിള്ളലിലൂടെ എനിക്കൊന്ന് എത്തി നോക്കണം. അതിന്റെ ഇടയിലൂടെ അകത്തേക്കൊന്ന് നോക്കുവാനും ആ വീടിന്റെ അന്തരീക്ഷത്തിൽ കട്ട പിടിച്ചിരിക്കുന്ന ഫ്രോസൺ എയർ കട്ട പിടിച്ചിരിക്കുന്ന കാറ്റിനെ കാതോർക്കാനും കവയത്രി ആഗ്രഹിക്കുന്നു.
അവിടെ കട്ട പിടിച്ചിരിക്കുന്ന കാറ്റിനെ കാതോർക്കാനും കവയത്രി ആഗ്രഹിക്കുന്നു. ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ ഓർ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ ഓൺ ഇൻ വൈൽഡ് ഡെസ്പെയർ. ആ ഫ്രോസൺ എയർ, ആ കട്ട പിടിച്ചിരിക്കുന്ന കാറ്റിനെ എനിക്ക് കാതോർക്കണം, അത് ലിസൺ ചെയ്യണം, എനിക്കൊന്ന് കാതോർക്കണം. കാതോർക്കാൻ കവയത്രി ആഗ്രഹിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കടുത്ത നിരാശയിലാകും. അവിടെ എത്തുമ്പോൾ കവയത്രി എന്തായിരിക്കും? കടുത്ത നിരാശയിലാകും. കാരണം എന്നെ ഏറെ സ്നേഹിച്ച ഗ്രാൻഡ്മ അവിടെ ഇല്ലല്ലോ. ഇൻ വൈൽഡ് ഡെസ്പെയർ, ആ വന്യമായ ആ കടുത്ത നിരാശയിൽ, പിക്ക് ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് ടു ബ്രിങ് ഇറ്റ് ഹിയർ ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ. എന്ത് ചെയ്യും? അവിടുന്ന് ഞാൻ എന്ത് ചെയ്യും? അവിടെ ചെല്ലുമ്പോൾ ഞാൻ കടുത്ത നിരാശയിലായിരിക്കും. കാരണം എന്നെ ഏറെ സ്നേഹിച്ച ഗ്രാൻഡ്മ ഇല്ലല്ലോ. ഞാൻ അവിടെ നിന്നും ഒരു കൈക്കുടന്ന നിറയെ ഇരുട്ട് കൊണ്ടുവരും. അവിടെ നിന്നും ഒരു കൈക്കുടന്ന നിറയെ ആംഫുൾ ഓഫ് ഒരു കൈക്കുടന്ന നിറയെ ഇരുട്ട് കൊണ്ടുവരും. ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്. അവിടെ നിന്ന് ഒരു കൈക്കുടന്ന നിറയെ ഇരുട്ട് കൊണ്ടുവരും. അവിടെ കട്ട പിടിച്ചിരിക്കുന്ന ആ ഇരുട്ടില്ലേ, ആ ഇരുട്ട് എന്റെ കൈക്കൊമ്പിളിൽ എടുത്ത് ഞാൻ കൊണ്ടുവരും. എന്നിട്ട് എവിടെ വെക്കും? എന്റെ ബെഡ്റൂം ഡോറിന്റെ പിറകിലായി വെക്കും. എന്റെ ബെഡ്റൂം ഡോറിന്റെ പിറകിലായി വെക്കും എന്നാണ് പറഞ്ഞത്. എന്തിന്റെ സിമ്പിൾ ആണത്? അതായത് ഒരു എന്താണ്, ബ്രൂഡിംഗ് ഡോഗിനെ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്. ബ്രൂഡിംഗ് ഡോഗിന്റെ പ്രത്യേകത എന്താ? അത് എപ്പോഴും വിജിലന്റ് ആയിരിക്കും. യജമാനനെ 24 hours കാത്തു സൂക്ഷിക്കുന്ന ഒരു ഡോഗിനെ പോലെ. എനിക്ക് ഇപ്പോഴെന്താണ്? ഒരു കെയറാണ് ആവശ്യം, ഒരു സ്നേഹമാണ് ആവശ്യം, എനിക്കൊരു സംരക്ഷണമാണ് ആവശ്യം. അപ്പോൾ എന്താണ്, ഞാൻ അവിടെ വീട്ടിൽ ചെന്നിട്ട്, പഴയ ഞാൻ താമസിച്ച അമ്മമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് ഒരു കൈക്കുടന്ന നിറയെ ഇരുട്ട് കൊണ്ടുവന്നിട്ട് എന്റെ റൂമിന്റെ പിറകിലായി വയ്ക്കും. അതെനിക്ക് സന്തോഷം നൽകും, സംരക്ഷണം നൽകും എന്ന് കവി വിശ്വസിക്കുന്നു. ഏതുപോലെ? ബ്രൂഡിംഗ് ഡോഗ്. വളരെ വിജിലന്റായ, വളരെ ഒബ്സസീവ് തിങ്കിങ് ഉള്ള ഒരു നായയെ പോലെ ആ ഇരുട്ട് എന്നെ സംരക്ഷിക്കും, എന്നെ കെയർ ചെയ്യും എന്നൊക്കെ ആരാഗ്രഹിക്കുന്നുണ്ട്? കവയത്രി ആഗ്രഹിക്കുന്നുണ്ട്. പിന്നീട് അവർ പറയുകയാണ്, നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഡാർലിംഗ്? മക്കളോട് പറയുന്നതായിരിക്കും. ഓക്കെ, ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്. യു ക്യാൻ ബിലീവ്. നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഡാർലിംഗ്? മക്കൾ ഒരിക്കലും വിശ്വസിക്കില്ല, അമ്മ ഇത്തരത്തിൽ ഒരു വീട്ടിലാണ് താമസിച്ചതെന്ന്. ആൻഡ് ക്യാൻ യു? വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പറ്റുന്നുണ്ടോ? ആണോ എന്ന് ചോദിക്കുകയാണ്. ദാറ്റ് ഐ ലിവ്ഡ് ഇൻ സച്ച് എ ഹൗസ്. ഞാൻ അത്തരത്തിലുള്ള ഒരു പ്രൗഢമായ അത്തരത്തിലുള്ള ഒരു തറവാട്ട് വീട്ടിലാണ് ഞാൻ ജീവിച്ചത്. ദാറ്റ് ഐ ലിവ്ഡ് സച്ച് എ ഹൗസ് ആൻഡ് വാസ് പ്രൗഡ്. അതിനെക്കുറിച്ച് ഞാൻ ഇന്നും അഭിമാനിക്കുന്നു. ഐ ലവ്ഡ് സോ മച്ച്. അല്ലെ, ഞാൻ ആ വീടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നെന്ന് കവയത്രി പറയാണ്. ഐ ഹൂ ഹാവ് ലോസ്റ്റ് മൈ വേ ആൻഡ് ബെഗ് നൗ സ്ട്രേഞ്ചേഴ്സ് ഡോസ് ടു റിസീവ് ലവ്. ഇപ്പോഴാണെങ്കിലോ അത്തരത്തിലൊരു വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അതിൽ ഞാൻ അഭിമാനിയായിരുന്നു, ഞാൻ ലവ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവളാണ് എന്നാണ് കവയത്രി പറയുന്നത്. എന്റെ വഴി പോലും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? ശ്രദ്ധിക്കൂ, ഇന്ന് ഞാൻ എന്താണ് ചെയ്യുന്നത്? നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർ, അപരിചിതരുടെ മുമ്പിൽ ഞാൻ യാചിക്കുകയാണ്. ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി, ഒരു തുള്ളി സ്നേഹത്തിന് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. എന്താണ് കാരണം? അറ്റ്ലീസ്റ്റ് ഇൻ എ സ്മോൾ ചേഞ്ച്. എനിക്കൊന്ന് മാറണം, ഐ നീഡ് എ ചേഞ്ച്, എനിക്കൊന്ന് മാറണം, അല്ലെ? അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച്. സ്നേഹശൂന്യമായ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. എനിക്ക് അതിലൊരു ചേഞ്ചസ് വേണം. ഐ നീഡ് എ ചേഞ്ച്. എനിക്കൊരു മാറ്റം വേണം. ആ മാറ്റത്തിന് വേണ്ടി അപരിചിതരുടെ മുമ്പിൽ ഞാൻ കൈനീട്ടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു തുള്ളി സ്നേഹത്തിന് വേണ്ടി ഞാൻ കൈനീട്ടുകയാണ്. ആ ഒരു തുള്ളി സ്നേഹം എന്നെ മാറ്റിമറിച്ചേക്കാം എന്നാ പറഞ്ഞത്. എന്നിലൊരു മാറ്റം ഉണ്ടാക്കിയേക്കാം എന്നാണ് കവി പറയുന്നത്. വളരെ മനോഹരമായ ഒരു കവിതയാണ്, നമ്മൾക്കറിയാം അല്ലെ. കമലാദാസിന്റെ ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ കവിത. ആത്മാംശമുള്ള ഒരു കവിതയാണിത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 2 പോയറ്റിക് ഡിവൈസ് ആണ്. എസ്പെഷ്യലി 2 പോയറ്റിക് ഡിവൈസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് മെറ്റഫർ ആണ്. നമുക്കത് മനസ്സിലായ മെറ്റഫർ എന്താണ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മെറ്റഫർ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഡാർക്ക്നെസ്, അതായത് ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ എന്നത് ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റഫർ ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് സിമിലിയാണ്. സിമിലി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം എന്താണ്? കമ്പാരിസൺ ബിറ്റ്വീൻ 2 തിങ്സ് ആണ്. 2 വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക? കമ്പാരിസൺ ഓഫ് 2 തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്.
ആസ് കൊണ്ടോ, ആസ് എന്ന വേർഡ് കൊണ്ടോ അല്ലെങ്കിൽ ലൈക്ക് എന്ന വേർഡ് കൊണ്ടോ നമ്മൾ എന്താണ് രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള പോയറ്റിക് ഡിവൈസിനെ നമ്മൾക്ക് എന്ത് പറയാം? സിമിലി എന്ന് പറയാം. സിമിലിയെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം ആ സെന്റൻസിൽ, ആ ലൈനിൽ ആസ് എന്നോ ലൈക്ക് എന്നോ വേർഡ് ഉണ്ടായിരിക്കും. ആസ് എന്നോ ലൈക്ക് എന്നോ വേർഡ് ഉണ്ടെങ്കിൽ അത് സിമിലി ആയിരിക്കും. പോയറ്റിക് ഡിവൈസ് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല ക്ലൂ ആണ് സിമിലിയുടെ ലൈക്കും അല്ലെങ്കിൽ ആസും. ഓക്കെ, അതിൽ നമ്മൾക്ക് രണ്ട് കാര്യങ്ങൾ, രണ്ട് സിമിലിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ. എന്റെ രക്തം എന്താണ്? ചന്ദ്രനെ പോലെ തണുത്തുറഞ്ഞിരിക്കുന്നു, അല്ലെ? ചന്ദ്രനെ പോലെ തണുത്തുറഞ്ഞിരിക്കുന്നു. ലൈക്ക് പോലെ, അത് സിമിലിയാണ്. പിന്നെ നമുക്ക് എവിടെ കണ്ടുപിടിക്കാം? പിന്നെ നമ്മൾ കണ്ടുപിടിക്കാം ബിഹൈൻഡ് മൈ ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്, അല്ലെ? എന്താണ്? ലൈക്ക് എ ബ്രൂഡിംഗ്, വിജിലന്റ് ആയ, ഒബ്സസീവ് തിങ്കിങ് ഉള്ള ഡോഗിനെ പോലെ. അപ്പൊ രണ്ടും പോലെയാണ് ലൈക്ക് എന്ന വേർഡ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പറയാം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് എന്താണ്? സിമിലിയാണ്. പിന്നീട് ഇതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ എല്ലാ എക്സാമിനും ചോദിക്കുന്ന, റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ ലെസൺ കൂടിയാണിത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ദ ഹൗസ് ആഫ്റ്റർ ദ ഗ്രാൻഡ് മദർ ഡൈ? ഗ്രാൻഡ്മ മരിച്ചപ്പോൾ എന്താണ് ആ വീടിന് സംഭവിച്ചത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ടു തിങ്സ് ഹാപ്പൻഡ് വെൻ ഹെർ ഗ്രാൻഡ്മ മദർ ഡൈഡ്? അതായത് പോയറ്റിന്റെ ഗ്രാൻഡ്മ മരിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നു. എന്തൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ എന്നാണ് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ആൻസർ ഞാൻ പറയാം. വെൻ ഹെർ ഗ്രാൻഡ് മദർ ഡൈഡ്, ഗ്രാൻഡ്മ മരിച്ചപ്പോൾ ദർ കെയിം കംപ്ലീറ്റ് സൈലൻസ് ഇൻസൈഡ് ദ ഹൗസ്, അല്ലെ? അത് ആ വീട് മൊത്തം എന്താണ്? സൈലൻസ് ആയി. സെക്കൻഡിലി എന്താണ്? സ്നേക്സ് സ്റ്റാർട്ടഡ് മൂവിങ് എമംഗ് ബുക്സ്. പുസ്തകങ്ങൾക്കിടയിലൂടെ പാമ്പുകൾ എഴയാൻ തുടങ്ങി. ബിക്കോസ് ദ ഹൗസ് ഹാഡ് ബീൻ ഡെസേർട്ടഡ്. നമുക്കറിയാം, അല്ലെ? ഒറ്റപ്പെട്ടിരിക്കുന്നു, വീട്ടിൽ ആരും തന്നെ ഇല്ല. അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതാണ് നമ്മള് ആ രണ്ട് കാര്യങ്ങളുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡസ് ദ പോയറ്റസ് വാണ്ട് ടു ലേ ദ ഡാർക്ക്നെസ് ബിഹൈൻഡ് ഹെർ ബെഡ്റൂം ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്? എന്തുകൊണ്ടാണ് പോയറ്റ് എന്താണ് അവിടെ നിന്ന് കൊണ്ടുവന്ന ഇരുട്ടിനെ എന്താണ് ബ്രൂഡിംഗ് ഡോഗുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ എയർ ഇൻ ദ ഗ്രാൻഡ് മദർ ഹൗസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫ്രോസൺ? അവിടുത്തെ കാറ്റിനെ, ആ ഗ്രാൻഡ്മയുടെ വീട്ടിലുള്ള കാറ്റിനെ, അന്തരീക്ഷത്തിലുള്ള കാറ്റിനെ എന്തുകൊണ്ടാണ് കട്ട പിടിച്ചിരിക്കുന്ന കാറ്റ് അല്ലെങ്കിൽ ഫ്രോസൺ എയർ എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കാം? ഫ്രോസൺ എയർ എന്ന് പറയാനുള്ള കാരണം, ഫ്രോസൺ എയർ എന്നുള്ള പറയാനുള്ള കാരണം, ഇൻ ദ പോയത്തിൽ ഗ്രാൻഡ് മദർ ഹൗസ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പോയം? മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന പോയത്തിൽ കമലാദാസ് ഡിസ്ക്രൈബ്ഡ് എയർ ഇൻ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ആസ് ഫ്രോസൺ, അല്ലെ? അതായത് തണുത്തുറഞ്ഞ കാറ്റ് അല്ലെങ്കിൽ തണുത്തുറഞ്ഞിരിക്കുന്ന കട്ട പിടിച്ചിരിക്കുന്ന കാറ്റ് എന്നാണ് പറഞ്ഞത്. ബിക്കോസ് ദ ഹൗസ് ഈസ് അബ്സല്യൂട്ട്ലി സൈലന്റ്. കാരണം എന്താണ്? ഒരാൾ എനക്ക് അവിടെ ഇല്ല. അബ്സല്യൂട്ട്ലി സൈലന്റ് ആണ്, അല്ലെ? വളരെ സൈലന്റ് ആണ്. നോ വൺ ലിവ്സ് ദർ. അവിടെ ആരും തന്നെ ഇല്ല. ഈവൻ ദ എയർ ഡസ് നോട്ട് സീം ടു ബി മൂവിങ്. ഈവൻ ദ എയർ, കാറ്റ് പോലും അനങ്ങുന്നതായിട്ട് നമുക്ക് തോന്നില്ല. അത്രയും ശ്മശാന മൂകതയാണ് അവിടെ, അല്ലെ? അതുകൊണ്ട് തന്നെ കാറ്റിന് പോലും ചലനമില്ല എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് കവയിത്രി അത്ര മനോഹരമായ ഒരു കമ്പാരിസൺ അവിടെ കൊണ്ടുവന്നത്, എന്താണ്? ഡിസ്ക്രൈബ്ഡ് ആസ് ഫ്രോസൺ. ഫ്രോസനെ പോലെ അവിടെയും സിമിലിയാണ്, അല്ലെ? സിമിലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആസ് ഫ്രോസൺ, കട്ട പിടിച്ച ഒരു എയർ ആണ് അവിടെ. അതായത് അന്തരീക്ഷത്തെ കട്ട പിടിച്ചിരിക്കുന്ന, അനക്കമില്ലാത്ത, ചലനമില്ലാത്ത എയർ ആണ്, കാറ്റാണ് അവിടെ. ആ കാറ്റിനെ എനിക്ക് ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? പിന്നെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഏതൊക്കെ പോയറ്റിക് ഡിവൈസ് ആണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയറ്റിക് ലൈൻ തന്നിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് എന്താണെന്ന് നമ്മൾ ചോദിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കോൾഡ് ലൈക്ക് എ മൂൺ ഇൻ ഈസ് എ സിമിലി, അല്ലെ? ഇവിടെ കോൾഡ് ലൈക്ക് എ മൂൺ, ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ, കോൾഡ് ലൈക്ക് എ മൂൺ ഈ സിമിലി. കോൾഡ് ലൈക്ക് എ മൂൺ എന്ന് പറഞ്ഞാൽ സിമിലിയാണ്. ഇതുപോലുള്ള മറ്റ് സിമിലിയെ കണ്ടുപിടിക്കുക എന്നാ പറഞ്ഞാൽ, ഇതുപോലുള്ള വേറെ ഏതെങ്കിലും സിമിലി ഈ സ്റ്റാൻസയിൽ ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? അതാണ് ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്, അല്ലെ? ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ് എന്ന് നമുക്ക് പറയാം. പിന്നെ ലാസ്റ്റ് നമുക്ക് ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ആണ് അതിൽ പ്രധാനപ്പെട്ടത് ഉള്ളത്. പിക്ക് ഔട്ട്
വേർഡ് ഫ്രം ദ പോയം വിച്ച് കൺവേ ദ സെൻസ് ഓഫ് ലോസ് ദാറ്റ് പോയറ്റ് ഫീൽസ്. അതായത് ഏതൊക്കെ വേർഡുകളാണ് പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ പോയം, ഈ പോയത്തിൽ നിന്ന് പിക്ക് ഔട്ട് എടുക്കുക. എന്താ എടുക്കേണ്ടത്? വിച്ച് കൺവേ ദ സെൻസ് ഓഫ് ലോസ്, നഷ്ടപ്പെടലിന്റെ വേദന അല്ലെ, നഷ്ടപ്പെടലിന്റെ വേദന ഉള്ള ഏതൊക്കെ വാക്കുകളാണ് ഇവിടെ പോയറ്റ് ചേർത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ അത് നമ്മൾ പോയറ്റ് കൺവേസ് സെൻസ് ഓഫ് ലോസ് ദാറ്റ് ഫീൽസ് ബൈ യൂസിങ് ഡിഫറെന്റ് വേർഡ്സ് ആണ്. ലൈക്ക് വുമൺ ഡൈഡ്, മൈ ബ്ലഡ് ടേൺ ടു കോൾഡ് ഫ്രോസൺ എയർ, വൈൽഡ് ഡെസ്പെയർ, ഐ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ്. ഈ വേർഡുകളാണ് പ്രധാനപ്പെട്ട അവരുടെ സെൻസ് ഓഫ് ലോസ് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. താങ്ക് യു.